സന്തോഷമുണ്ട്. കാരണം 3 പേരും കൂടെ ഒരേ ജംഗ്ഷനിൽ ചെയ്താലും നമ്മളുടെ അടുത്ത് 2 വലിയ പ്രസ്ഥാനത്തിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങളെല്ലാവരും കണ്ടു കാണും. BJP ആൾക്കാർ നയിക്കുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഇലക്ഷൻ BJPയിലുള്ള എല്ലാ പ്രവർത്തകരും ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതേസമയം 2020 എല്ലാ പ്രവർത്തകരും സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ 2 വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മകളെന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ബ്ലെസ്ഡാണ്. പ്രൊട്ടക്റ്റഡ് ആണ്. 4-ാം തീയതി ഞങ്ങളുടെ വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഭയങ്കര ഹാപ്പിയാണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് അറിയില്ല, ബട്ട് ഭയങ്കര ഹാപ്പിയാണ്. കൊട്ടിക്കലാശത്തില് ഫുള്ള് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് അതിഭയങ്കരമാണ്. എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതെ ഭക്ഷണമില്ലാതെ, ഇവിടുത്തെ ചേച്ചിമാരാണെങ്കിൽ പോലും രാത്രി 12 മണിക്കൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി നടക്കുക. എവിടെ കാണും ഇങ്ങനെയൊക്കെ? നമ്മുടെ ഇവിടെ അത്രയും നല്ല സപ്പോർട്ടാണ്. ഇതെല്ലാം നമ്മുടെ ജയത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ചക്കയും താമരയും തമ്മിലുള്ള ബന്ധം, ചക്കയും താമരയുള്ള ബന്ധം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നല്ല ബന്ധമാണ്. തീർച്ചയായിട്ടും അതൊരു അമ്മൂമ്മ പറഞ്ഞതാണെങ്കിൽ ഞാനിപ്പോൾ അമ്മൂമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു. അതുകൊണ്ട് എൻ്റെ ചക്ക ചിഹ്നം ലോകത്തുള്ള എല്ലാ മലയാളികളും അറിഞ്ഞു കഴിഞ്ഞു. ബ്രാൻഡ് ഇപ്പൊ ഞാനായില്ലേ, അതാണ് ചക്കയ്ക്കുള്ള ബ്രാൻഡ് ഞാനായി. സന്തോഷം. അഖിലന്മാരാറിന്റെ വിജയം എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്? എല്ലാവരും വിജയിക്കട്ടെ. അഖിലേട്ടനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആതിരയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഒരുവിധം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയമാവട്ടെ, എല്ലാം ഭംഗിയായി നടക്കട്ടെ. നമ്മുടെ കരുത്തും നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതും ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ ജനങ്ങൾക്ക് ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴേക്കും മനസ്സിലാവട്ടെ, റിസൾട്ടിലൂടെ മനസ്സിലാവട്ടെ. അഞ്ജലിന്റെ പ്രചരണത്തിന് സുരേഷ് ഗോപി ചേട്ടൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സുരേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല സാഹചര്യങ്ങളും തിരക്കുകളും കാരണം അദ്ദേഹത്തിന് തൃപ്പൂണിത്തുറയ്ക്ക് വരാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു, ആദ്യവും ഉണ്ടായിരുന്നു. പ്രസ് റിലീസിൻ്റെ ഒന്നും ഞങ്ങൾ സംസാരിച്ചതാണ്, ഞങ്ങൾ ഇന്നലെയും കൂടി സംസാരിച്ചതാണ്. അതുകൊണ്ടൊന്നും അതൊന്നും ഒരു വിഷമമേ അല്ല. അതെ, അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു, അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നുകൊണ്ട് ആശംസകളും അറിയിച്ചു. അതൊക്കെ തന്നെ ധാരാളമാണ്. വരാത്തതിൽ സങ്കടമുണ്ടോ? ഒരു സങ്കടമില്ല, ആരും വരാത്തതിലൊരു സങ്കടമില്ല. കാരണം എല്ലാവരും അത്രമാത്രം ബ്ലെസ്സിങ്സ് അറിയിച്ചു കഴിഞ്ഞു പിന്നിൽ നിന്ന്. സുരേഷ് ഓരോരുത്തർക്കും ഓരോ സ്ഥലം, ഓരോ മണ്ഡലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി, അപ്പോൾ സുരേഷ് ചേട്ടൻ അവിടുത്തെ ഭാഗങ്ങളായിരുന്നു. ഇവിടെ നമുക്ക് മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസ് സാർ വന്നിരുന്നു. നമുക്കിവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു നമുക്ക് അറിയിക്കേണ്ടിയിരുന്നത്. അത് അദ്ദേഹം വന്നു, വളരെ ഭംഗിയായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, എല്ലാ ബ്ലെസ്സിങ്സും അറിയിച്ചു.